ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ സച്ചി സാറ് പറഞ്ഞ പോലെ തന്നെ ഇന്ദ്രനും അനുപമയും കൂടിയുള്ള പുതിയ ജീവിതത്തിൻ്റെ അവരുടെ വിജയവും അവരുടെ സന്തോഷവും എല്ലാത്തിനും ഉപരി സുശീലയുടെ മേൽ അവർ നേടുന്ന ആ ഒരു വിജയം ഉണ്ടല്ലോ, അതൊക്കെ തന്നെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്, കണ്ട് അമ്പരന്ന് നിൽക്കാൻ പോകുന്നത് എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കേട്ടോ. അത് സത്യമാവുകയാണ്. കാരണം ഹോട്ടലിലെത്തിയ അനുപമയാണെങ്കിലും ഇന്ദ്രനും ആണെങ്കിലും രണ്ടുപേർക്കും പരസ്പരം ഇനി പിരിഞ്ഞ് വീണ്ടും മുന്നോട്ട് ഒരുപാട് നാൾ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള സത്യാവസ്ഥ അവരവിടെ തിരിച്ചറിയുകയാണ്. മകൻ്റെ കൂടെ ആ ഒരു ചെറിയ ഭാര്യ ഭർത്താവും കുഞ്ഞും മാത്രം അടങ്ങുന്ന അവരുടേതായ ലോകത്തിൽ വെറും 2 ദിവസം ജീവിച്ചപ്പോൾ തന്നെ തങ്ങൾക്ക് എത്രമാത്രം സന്തോഷം കിട്ടിയെന്നും സുശീലയെ ഒഴിച്ചു നിർത്തിയാൽ തങ്ങളുടെ ജീവിതം സ്വർഗ്ഗതുല്യമാണെന്നും അവരവിടെ തിരിച്ചറിയാണ്. ഇനി അമ്മയുടെ വാക്ക് കേൾക്കാൻ നിന്നാൽ തൻ്റെ എല്ലാ സന്തോഷവും സമാധാനവും എല്ലാം തനിക്ക് നഷ്ടപ്പെടും. തൻ്റെ ജീവിതം തകരുന്നതിന് കൂടി തൻ്റെ മകനും കൂടി ഒരു നല്ല ഭാവി ഇല്ലാതെ ആവുന്നതോടെ ഇന്ദ്രൻ അവിടെ തിരിച്ചറിയാണ് കേട്ടോ. മാത്രമല്ല, ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഇത്രയേറെ യാതനകൾ അനുഭവം സഹിച്ചതും എല്ലാം കൂടി ഓർത്തപ്പോൾ ഇന്ദ്രൻ ആദ്യമേ നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി സുശീല തെളിക്കുന്ന വഴിയെ പോയില്ല എന്ന് അതൊന്നുകൂടി ഉറപ്പിക്കുകയാണ് കേട്ടോ. ഇന്ദ്രനാണെങ്കിലോ 2 ദിവസം കഴിയാനായപ്പോൾ അനുപമയോട് ചോദിക്കുകയാണ്, അനു നിൻ്റെ തീരുമാനം എന്താന്ന്. ഇന്ദ്രേട്ടൻ പറയുന്നതാണ് അനു പറയുന്നത് കേട്ടോ. എന്നാലും ഞാനാണ് എല്ലാ തെറ്റും ചെയ്തത്, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് റിക്വസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിൻ്റെ തീരുമാനത്തിനൊപ്പം നിൽക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന് ഇന്ദ്രൻ പറയാണ് കേട്ടോ. അപ്പം ഞാൻ എന്ത് തീരുമാനം എടുത്താലും ഇന്ദ്രേട്ടന് കുഴപ്പമില്ലെന്നാണോ? അതിൽ ഇന്ദ്രൻ ദയനീയമായിട്ട് അനുപമയെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അനുപമ പറഞ്ഞു, എന്തായാലും എൻ്റെ മോൻ അവൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ തന്നെ സന്തോഷകരമായിട്ട് ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവനൊരു വിധത്തിലും ഭാവിയിൽ ഒരു വിഷമം വരരുത്. അവൻ്റെ ജീവിതം എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അനുപമ പറയാണ്. പക്ഷേ ഇനിയും നമ്മൾ ഒന്നിച്ചിട്ട് പിന്നീട് അതിലെന്തെങ്കിലും പ്രശ്നം വന്ന്, അറിയാലോ ഇന്ദ്രേട്ടൻ്റെ അമ്മ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് വരും. നമ്മളെ തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വഴി സ്വീകരിക്കുന്ന ആളാണ്. അത് ഞാൻ പറയാതെ തന്നെ ഇന്ദ്രേട്ടന് മനസ്സിലായി കാണുമല്ലോ. അതെനിക്ക് അറിയാമെന്ന് ഇന്ദ്രൻ പറയാം കേട്ടോ. അതേപോലെ ഇനിയും വരും. വന്നുകൂടായിക്കില്ല എന്നല്ല, ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് ആ ഒരു സമയം ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഇന്ദ്രേട്ടൻ ഇതുവരെ കണ്ട അനുപമയായിരിക്കില്ല. ഇപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ തമ്മിലുള്ള ഈ ജീവിതം തുടങ്ങിയപ്പം തൊട്ട് ഇതുവരെ ഇപ്പം ഈ ഹോട്ടലിൽ എത്തിയപ്പം തൊട്ട് എൻ്റെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഈ പുതിയ അനുപമയായി മാറാൻ ഞാൻ ഒരുപാട് സമയമെടുത്തു. ഇതെല്ലാം ഇന്ദ്രേട്ടൻ്റെ അമ്മയിൽ നിന്ന് നേരിട്ട പീഡനങ്ങളുടെയും നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന യാതനകളുടെയും ഫലമായിട്ട് എന്നിൽ മാറ്റം കൊണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി തെറ്റിനെതിരെ വിരൽ ചൂണ്ടുകയും എനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ എതിർക്കുകയും ചെയ്യുന്ന ഒരു അനുപമ തന്നെയായിരിക്കും ഞാൻ. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഒരുമിച്ച് ഇപ്പം ജീവിച്ച് തുടങ്ങുകയാണെങ്കിൽ, ഒരു പുതിയ ജീവിതം ഇവിടെ തുടങ്ങുകയാണെങ്കിൽ, അതിൽ നിന്ന് ഇന്ദ്രേട്ടനെ അടർത്തിയെടുക്കാൻ ആരെങ്കിലും വന്നാൽ ശക്തമായിട്ട് തന്നെ ഞാൻ റിയാക്ട് ചെയ്തിരിക്കും. അത് ഇന്ദ്രേട്ടൻ്റെ അമ്മയായാലും ശരി, ആരായാലും ശരി. ഇനി നമ്മൾ ഒന്നിക്കുകയാണെങ്കിൽ ഇന്ദ്രേട്ടനായിട്ട് തന്നെ ഈ ബന്ധത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നോക്കിയാൽ പോലും ഞാൻ അതിനെ അനുവദിക്കുകയില്ല. ശക്തമായിട്ട് തന്നെ ഇന്ദ്രേട്ടൻ ഈ ബന്ധത്തിൽ നിലനിർത്താൻ എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യുമെന്ന് പറയുകയാണ് കേട്ടോ അനുപമ. അനുവിൻ്റെ കണ്ണുകളിലെ തീക്ഷ്ണത ഇന്ദ്രനപ്പോൾ ശ്രദ്ധിക്കായിരുന്നു. അപ്പോൾ ഇന്ദ്രൻ്റെ മനസ്സപ്പം നിറയാണ് കേട്ടോ. അനു, നീ ഇനി എന്നെ ചവിട്ടി പുറത്താക്കിയാൽ പോലും ഞാൻ പോകത്തില്ല എന്ന് പറയാം കേട്ടോ. അതിൽ അനുപമ മനസ്സിലാക്കുകയാണ്. പക്ഷേ നമ്മൾ തമ്മിൽ ഇതുപോലെ ഒരുപാട് യോജിപ്പുകളും പിന്നെയും ആ വാക്കുകളെല്ലാം തെറ്റ് അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. തന്ന വാക്കുകളൊന്നും ആർക്കും പരസ്പരം പാലിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഇന്ദ്രൻ എല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു അനു. ഇനി നിങ്ങളുടെ കൂടെ ഒരു ജീവിതം, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇത്ര കാലം ജീവിച്ചു. എന്നിട്ട് അമ്മ എനിക്ക് തിരിച്ചു തന്നത് ഈ വേദനകൾ മാത്രമാണ്. എൻ്റെ കുടുംബം ഇല്ലാതാക്കാനാണ് അമ്മ ശ്രമിച്ചത്. ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടും അമ്മ എൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്ര കാലം ഞാൻ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചില്ലേ. അമ്മ പറയുന്നതിനനുസരിച്ചാണ് ഞാൻ ശ്വാസം വലിച്ചതുപോലും. ഇനി എന്നെക്കൊണ്ട് പറ്റില്ല. ഇനി അമ്മ എന്നല്ല, നമുക്ക് കുറുകെ ആര് വന്നാലും ആ ഒരു പടിക്ക് പുറത്ത് തന്നെയാണെന്ന് ഇന്ദ്രൻ അവിടെ പറയാൻ കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് രണ്ടും കൽപ്പിച്ച് തിരിച്ചു പോയാലോ എന്ന് അനുപമ പറയാണ്. പോവാം, നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോവാമെന്ന് പറയാം കേട്ടോ. പക്ഷേ ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ ട്രിപ്പാവാം.
ഉറപ്പായിട്ടും ഇനി നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമുക്ക് ഇനിയാണ് ജീവിച്ച് തുടങ്ങേണ്ടത്. എല്ലാവരുടെയും മുന്നിൽ നമ്മളെ പിരിക്കാൻ നിന്ന എല്ലാവരുടെയും മുന്നിൽ നമുക്ക് ജീവിച്ച് കാണിക്കണം അനു എന്ന് പറയാം കേട്ടോ. ഇനിയാണ് യഥാർത്ഥത്തിലുള്ള നായികയും നായകനുമായിട്ട് ഇവരുടെ ജീവിതം തുടങ്ങാൻ പോകുന്നത്. എന്തുകൊണ്ടാണോ ഇതിൽ ഇവർ നായകനും നായിക ആയത് എന്ന് പോലും നമുക്ക് പല പ്രാവശ്യം ഇത് കണ്ടപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇനിയാണ് എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരം ഇവർ ജീവിതം ജീവിച്ച് നമുക്ക് കാണിച്ചു തരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ തന്നെയാണ് ഇതിലെ നായികയും നായകനെന്ന്. അങ്ങനത്തെ ഒരു അടിപൊളി ജീവിതമായിരിക്കും ഇന്ദ്രൻ്റെയും അനുപമയുടെയും. കാര്യങ്ങളൊക്കെ എന്തായാലും ഇവർ തമ്മിൽ സെറ്റായി. വിച്ചുകുട്ടനാണെങ്കിലോ വളരെയധികം ഹാപ്പിയായി. അങ്ങനെ അവർ തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന കാര്യമൊക്കെ ഉറപ്പായതോടുകൂടി ഇവർ ഫോണൊക്കെ ഓൺ ചെയ്യാണ് കേട്ടോ. അങ്ങനെ തന്നെ സത്യനോടും ശ്യാമിനോടും എല്ലാം ഇന്ദ്രൻ തൻ്റെ തീരുമാനം അറിയിക്കുകയാണ്. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തി ഇന്ദ്രൻ അനുപമയുടെ കൂടെ ജീവിക്കാൻ പോവുകയാണ്. പുതിയൊരു ജീവിതം, അതും പെറ്റമ്മയായ സുശീലയെ തള്ളി പറഞ്ഞുകൊണ്ട്. ഈ വാർത്ത നമ്മുടെ സുശീല അറിഞ്ഞതും സുശീലയ്ക്ക് ഹാലിളകുകയാണ് കേട്ടോ. 10 മാസം നൊന്ത് പ്രസവിച്ച എൻ്റെ വാക്ക് കേൾക്കാതെ എൻ്റെ മുഖത്തടിച്ച അവളുടെ കൂടെ ഇന്ദ്രൻ ജീവിക്കുമെന്നോ? അത് ശരി. അവളുടെ ഒരു തലയണ മന്ത്രം ഒറ്റ രാത്രി കൊണ്ട് അവനുള്ള എൻ്റെ മകനെ മാറ്റിയെടുത്തല്ലേ? ആയിക്കോട്ടെ, ഇനി എനിക്ക് അങ്ങനെ ഒരു മകനെ വേണ്ട. ഇന്ദ്രൻ എൻ്റെ മകനല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ്റെ റൂമിലങ്ങ് പോയിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇടുകയാണ് കേട്ടോ. പോരാത്തതിന് ഇന്ദ്രൻ്റെ ഡ്രസ്സുകളും ഇന്ദ്രൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം കൂടി വലിച്ചു വാരി കൊണ്ടുവന്ന് ഉമ്മറത്തങ്ങ് ഇടുകയാണ്. എന്നിട്ട് പെട്രോൾ ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് കത്തിക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും വീട്ടിലെല്ലാവരും കൂടെ ഓടി വന്നിട്ടോ. അമ്മ എന്ത് പ്രാന്ത ഈ ചെയ്യുന്നതെന്ന് സോന ചോദിക്കുകയാണ് കേട്ടോ. പ്രാന്തല്ലടി, ഇതാണ് ശരി. ഇന്ദ്രൻ എന്നൊരു മകനെ എനിക്കില്ല. എൻ്റെ മൂത്ത മോനെ ഇന്ദ്രനില്ലേ, അവൻ ചത്തു എന്ന് ഞാൻ കരുതിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സുശീല ആ തുണിയൊക്കെ എടുത്ത് കത്തിക്കാൻ നോക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സത്യന് ഒരുപാട് തടയാൻ ശ്രമിച്ചെങ്കിലും സുശീല നിൽക്കുന്നില്ല. അവസാനം സത്യൻ റൂമിൽ പോയിട്ട് സത്യൻ്റെയും ഒരുപാട് ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ പെട്രോൾ ഒഴിക്കുന്നതിൻ്റെ നടുക്കങ്ങ്, മണ്ണെണ്ണയായിരിക്കും കേട്ടോ ചിലപ്പോൾ ഒഴിക്കുന്നത്, അതിൻ്റെ നടുക്കങ്ങ് കയറി നിന്ന് തുണിയും പിടിച്ചിട്ട് കത്തിക്ക്, എന്നെയും കൂടെ ഇതിലിട്ട് കത്തിക്ക്, ഇതാ എൻ്റെ വസ്ത്രങ്ങളും ഉണ്ട്, നീ എന്താടാ കാണിക്കുന്നത്, മാറി നിൽക്കുമെന്ന് പറയാം കേട്ടോ. സുശീല മാറി നിൽക്കുന്നില്ല. ഏട്ടനെ പോലെ തന്നെ അമ്മ ചെയ്യുന്ന ദുഷ്ടപ്രവർത്തികൾ കാരണം മനസ്സ് നീറി ജീവിക്കുന്ന 2 മക്കളാണ് അമ്മയ്ക്കുള്ളത്. ഒന്ന് ഞാനും എൻ്റെ ഏട്ടനും. ഞങ്ങളെങ്ങനെ വെന്ത് തീരട്ടെ, അത് തന്നെയാണ് നല്ലത്. നിങ്ങളൊരമ്മയാണോ? പെറ്റമ്മ മക്കളുടെ സന്തോഷത്തിനും മക്കളുടെ നല്ല ജീവിതത്തിനും വേണ്ടി എന്ത് ത്യജിക്കുന്നവളാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നത്? നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മക്കളെ ഇട്ട് കഷ്ടപ്പെടുത്തുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളെ നോക്കിയിട്ടുണ്ടെന്ന് അറിയാം. അതിനുള്ള കൂലി, അതിനുള്ള നന്ദിയും കടപ്പാടും ഇന്ദ്രേട്ടൻ ആവോളം നിങ്ങളോട് കാണിച്ചു. എന്നിട്ടും ഒരു തെറ്റും ചെയ്യാത്ത അനുവേടത്തെ നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കി. സ്വന്തം മകനെ പോലും ഇന്ദ്രേട്ടൻ നിന്ന് അകറ്റി. എന്നിട്ടും ഇന്ദ്രേട്ടൻ അമ്മയുടെ കൂടെ നിന്നു. പക്ഷേ ഇപ്പോൾ ഒരു മനുഷ്യന് താങ്ങാവുന്നതിലും സഹിക്കാവുന്നതിലും അങ്ങേപ്പുറം സഹിച്ചിട്ടാ ഇന്ദ്രേട്ടൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. ഇനി ഒരിക്കലും അമ്മയ്ക്ക് ഇന്ദ്രേട്ടനെ കിട്ടില്ല പഴയ പോലെ. ഇന്ദ്രേട്ടൻ്റെ മനസ്സിൽ അമ്മയോടുണ്ടായിരുന്ന സ്നേഹവും സ്ഥാനവും എല്ലാം നശിപ്പിച്ചത് അമ്മ തന്നെയാണ്. എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ് എന്ന് അവിടെ സത്യം പറയാൻ കേട്ടോ. ഈ വാക്കുകളെല്ലാം സത്യൻ്റെ വായിൽ നിന്ന് വന്ന് ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ സുശീല. സോനയും എന്തായാലും സുശീലയെ തള്ളി പറഞ്ഞു. അമ്മ ഇപ്പോൾ ഇത് കത്തിക്കാൻ നിന്നാലേ ഇത് ചെയ്തതോർത്ത് അമ്മ പിന്നീട് പശ്ചാത്തപിക്കുന്നൊക്കെ സോന അപ്പോൾ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ 3 മക്കളും തനിക്ക് എതിരായതോർത്ത്, പ്രത്യേകിച്ച് ഇന്ദ്രനും സത്യനും തനിക്ക് എതിരായി നിൽക്കുന്നത് കണ്ടിട്ട് നമ്മുടെ സുശീല അവിടുന്ന് ആകെ തളർന്ന് തല തല്ലി കരയാണ് കേട്ടോ. ജീവിതം ഇങ്ങനെയായി പോയല്ലോ. ഇന്ദ്രനെ കൈവെള്ളയിൽ ഒളിപ്പിച്ചുകൊണ്ട് നടന്നതാ, പുറത്ത് ആർക്കും കൊടുക്കാതെ. എന്നിട്ട് അവസാനം ആ ഇന്ദ്രൻ തൻ്റെ വലയം ഭേദിച്ച് പുറത്ത് കടന്ന് അനുപമേൻ്റെ കൂടെ ഹണിമൂണിന് പോയല്ലോ. ഇനി തിരിച്ചു വന്ന് അവർ തൻ്റെ കൺമുന്നിൽ സന്തോഷമായിട്ട് ജീവിക്കല്ലോ എന്നോർത്തതാണ് സുശീലയുടെ മനസ്സിൻ്റെ താളം തെറ്റിയിരിക്കുന്നത്. എന്തായാലും സുശീലയുടെ പതനത്തിൻ്റെ കഥ ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. ഇത് ചെറിയൊരു സാമ്പിൾ മാത്രമാണ്. ഇന്ദ്രനും അനുപമയും തിരിച്ചു വരുന്നതും അവരുടെ സന്തോഷകരമായ ആ ജീവിതം കൺമുന്നിൽ സുശീല നേരിട്ട് കാണുകയും സുശീലയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ അത് നോക്കി നിൽക്കാൻ മാത്രം പറ്റുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇത്ര കാലം ഇന്ദ്രൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം സുശീല സംഭവിപ്പിക്കുന്നതായിരുന്നല്ലോ. ഇനി അങ്ങോട്ട് തനിക്ക് ഇന്ദ്രൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ല എന്നുള്ള സത്യം സുശീല തിരിച്ചറിയുമ്പോഴാണ് സുശീലയുടെ യഥാർത്ഥ പതനം. മാത്രമല്ല അനുപമയും ഇന്ദ്രനും കൂടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഇത്ര നാളും
ഇല്ലാതിരുന്ന ആ സന്തോഷത്തിൻ്റെ കൂടെ ഒരുപാട് ഐശ്വര്യങ്ങളും അവർ ഫിനാൻഷ്യലി ആയാലും എല്ലാ തരത്തിലും തൊട്ടതെല്ലാം പൊന്നാക്കുന്ന തരത്തിലുള്ളൊരു നല്ല മാതൃകാ ദമ്പതിമാരായിട്ട് അങ്ങ് ജീവിക്കുകയാണ് കേട്ടോ. ബിച്ചുകുട്ടനാണേലും അടിപൊളി സൂപ്പറായിട്ട്. എന്തായാലും സുശീലയ്ക്ക് ഇതെല്ലാം കണ്ടിട്ട് എന്താ പറയുക, പ്രാകാനും ശപിക്കാനും മാത്രമല്ലേ പറ്റത്തുള്ളൂ. തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത നീറി നടക്കുന്ന സുശീലയെ കാണാനായി വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ വരെ കാത്തിരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.